ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇബാദത്തുകൾ ചെയ്യണം, അള്ളാഹുവിലേക്ക് അടുക്കണം, നല്ലൊരു മുഅ്മിനായിട്ടുള്ള മനുഷ്യനാവണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ ചിലരുടെയെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷേ അങ്ങനെയൊന്നും ഇബാദത്തുകളൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. ഇബാദത്തുകൾ ചെയ്യുമ്പോഴേക്കും എന്തൊക്കെയോ മനസ്സിൽ വന്നിട്ട് ഇബാദത്തുകൾ ചെയ്യാൻ പറ്റാതിരിക്കുക. അതുപോലെ തന്നെ ഇബാദത്തുകൾ ചെയ്യുന്ന സമയമാകുമ്പോൾ ഇനി പിന്നെ വേണ്ട, നാളെ മുതൽ തുടങ്ങാം, അങ്ങനെയൊക്കെ ഒരു മൈൻഡ് വരിക. ഇതൊക്കെ എന്ന് പറയുന്നത് പിശാചിൻ്റെ പ്രലോഭനത്തിൽ പെട്ടതാണ്. അതായത് നന്നായിട്ട് നിസ്കരിക്കാൻ ആഗ്രഹം ഉണ്ടാകും, പക്ഷെ നിസ്കരിക്കാൻ കഴിയുന്നില്ല. നോമ്പ് നോക്കാൻ ആഗ്രഹം ഉണ്ടാകും, അതിന് പറ്റുന്നില്ല. അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള അടുപ്പം പറ്റേ കുറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല നിങ്ങളിൽ നിന്ന് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്, നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിപ്പെട്ടത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് നിസ്കരിക്കാൻ തോന്നാത്തതും അല്ലെങ്കിൽ നമുക്ക് പഠിച്ചവനോട് കൂടുതൽ അടുക്കാൻ കഴിയാത്തതൊക്കെ പൈശാചികമായിട്ടുള്ള പ്രലോഭനം നമ്മുടെ അടുത്ത് ഉണ്ടാവുന്നത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ പൈശാചികമായിട്ടുള്ള പ്രലോഭനത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്മകളൊക്കെ ചെയ്യാൻ കഴിയും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. തെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പിശാച് കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഒഴിവാകും. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ മോശം കൊണ്ട് ചെയ്യുന്ന തെറ്റുകളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, പിശാചിൻ്റെ തെറ്റുകളിൽ നിന്ന് ഒഴിവാൻ വേണ്ടിയിട്ട്. നമ്മൾ മോശം തെറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടല്ലോ നിസ്കരിക്കാനും ഇബാദത്തുകൾ ചെയ്യാനൊക്കെ. പക്ഷേ പിശാചിൻ്റെ ഒരു ഇത് കാരണം നമുക്ക് തെറ്റുകളിലേക്ക് പോകണമെങ്കിൽ നിസ്കരിക്കാനും മറ്റൊക്കെ മടി തോന്നുകയാണ്. അപ്പം നമ്മൾ പിശാചിനകത്ത് നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ നിസ്കരിക്കും, നല്ല രീതിയിൽ മറ്റ് ഇബാദത്തുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് പിശാചിൻ്റെ പ്രലോഭനത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാമെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. പിശാചിൻ്റെ ഒരു സാന്നിധ്യം മൂലം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും കുറച്ചൊന്നും അല്ലായിരിക്കും. വീട്ടിലെപ്പോഴും വഴക്കുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പിശാചുണ്ട് എന്നർത്ഥം. കാരണം എപ്പോഴും തർക്കങ്ങൾ, അതായത് മക്കൾ തമ്മിൽ തർക്കങ്ങൾ, ദാമ്പത്യം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും തർക്കം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാകാം ഒരു പക്ഷേ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം വേണം. ഇനി അതല്ല, നമുക്ക് പിശാചിൻ്റെ പ്രലോഭനത്തിൽ നിന്നും തെറ്റ് ചെയ്യാമെന്നുള്ള പിശാചിൻ്റെ പ്രലോഭനം, തെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കുറ്റബോധം, പക്ഷേ തെറ്റ് ചെയ്യുന്ന സമയത്ത് നോ പ്രോബ്ലം, ഒന്നും കുഴപ്പമില്ല എന്നുള്ള ഒരു മട്ട്, അതെന്താണ് പിശാചിൻ്റെ പ്രലോഭനമാണ്. ഇനി കുറേ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, എന്താണ് അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് നമുക്ക്, പരിഹാരം എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച്, അതിനേക്കാൾ മഹത്തമായതൊന്നും അപൂർവമാണല്ലേ. അപ്പോൾ അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും മഹത്തമായിട്ടുള്ള ഒരു ഇസ്മാണ് മാജിദ് എന്നുള്ളത്. മാജിദ്. അപ്പോൾ ഞാനിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, യാ മാജിദു യാ അല്ലാ, യാ മാജിദു യാ അല്ലാ. ഈ പുണ്യനാമം പതിവാക്കുന്നവനെ പിശാച് അവനൊരു തിന്മയിലേക്കും കൊണ്ടുപോകാൻ കഴിയൂല, പിശാചിന് അവനെ വഴി തെറ്റിക്കാൻ കഴിയൂല. നമ്മൾ പിന്നെ സ്വയം നമ്മൾ അത്രയും തരം താഴ്ന്ന് ചെയ്യുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തില്ല, പിശാചിൻ്റെ പ്രലോഭനം നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ നിസ്കരിക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, നോമ്പ് നോൽക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് കുറച്ചുകൂടി അടുക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നടക്കും. കാരണം അതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കാൻ പിശാചിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ല. പിശാചിൻ്റെ പ്രലോഭനം നമുക്ക് ഏൽക്കൂല. അതുകൊണ്ട് തന്നെ യാ മാജിദ് യാ അല്ലാ എല്ലാവരും പതിവാക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. എല്ലാ 5 വക്ത് നിസ്കാരത്തിന് ശേഷം ഒരു 33 തവണ ഓതിയാൽ മതി, ചെല്ലിയാൽ മതി. 33 തവണ ചെല്ലാനൊന്നും കുറേ സമയമൊന്നും വേണ്ട, മിനിറ്റ് പോലും 2-3 മിനിറ്റ് മതി 33 തവണ ചൊല്ലാനൊക്കെ. അപ്പോൾ എല്ലാവരും ചൊല്ലുക, പിശാചിൻ്റെ ഇടയിൽ നിന്നും രക്ഷപ്പെടുക. ഞാനൊരു ചെറിയ കാര്യം കൂടി പറയട്ടെ, ഇതും കൂടി കേട്ടിട്ട് എല്ലാവരും പോവുക കേട്ടോ. ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ നല്ല മനുഷ്യനാകാം എന്ന് പറയുന്ന ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ദുഷിച്ച ചിന്തകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം, പെട്ടെന്ന് വാശി, ക്ഷമക്കേട് വരുന്ന സ്വഭാവം, അതുപോലെ തന്നെ എന്തെങ്കിലും ദുശീലങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. ഇബാദത്തുകൾ ചെയ്യാൻ മടിയുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. ഇനി നിങ്ങൾക്കൊന്നും കൂടി പൂർണ്ണമായിട്ട് തൗബയൊക്കെ ചെയ്തൊന്ന് ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ അതിനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിസ്കരിക്കാനും മറ്റ് ഇബാദത്തുകൾ ചെയ്യാനൊക്കെ മടിയാണെന്നുണ്ടെങ്കിൽ ഒക്കെ മാറിക്കിട്ടും. നമുക്ക് പൂർണ്ണമായിട്ടും നല്ലൊരു വ്യക്തിയാകാൻ പറ്റും ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ നല്ല മനുഷ്യനാകാമെന്ന ക്ലാസ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ. ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇതൊന്നല്ല കേട്ടോ, ഒരുപാടുണ്ട് ഗുണം. അപ്പോൾ ചേർന്നവർക്കെല്ലാം നല്ല ഉത്തരം കിട്ടുന്ന ഒരു ക്ലാസ് തന്നെയാണ് നല്ല മനുഷ്യനാകാമെന്ന് പറയുന്ന ക്ലാസ്. അപ്പോൾ ഇതിൽ നമ്മുടെ സ്വഭാവമൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം. നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ചേരുമ്പോണ്ടായിരിക്കും നിങ്ങളായിരിക്കില്ല ഈ ക്ലാസ് കഴിഞ്ഞ് 20 ദിവസത്തെ ക്ലാസ്സാണുള്ളത്. 20 ദിവസം കഴിഞ്ഞാൽ ചേരുമ്പോൾ നിങ്ങളായിരിക്കില്ല. ഇത് നല്ലൊരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ടാകും. നിങ്ങൾ സ്വഭാവമൊക്കെ ശുദ്ധമായിട്ടുണ്ടാകും. നമ്മുടെ മനസ്സൊക്കെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട്, പൂർണ്ണമായിട്ടും ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട്, ഇതുവരെ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള പാപങ്ങളൊക്കെ
പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പുതിയൊരു നമ്മളായിട്ട് മാറാം, നമുക്ക് നന്നായിട്ട് ഫ്രഷ് ആവാം ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താല്പര്യമുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യുക, ഇതിൽ ചേരുക. എങ്ങനെയാണ് ചേരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ വീഡിയോൻ്റെ താഴെ മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കിടക്കും. അപ്പോൾ അറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ നമ്പർ അഡ്മിൻ അല്ലാതെ മറ്റാർക്കും കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിൽ ചേരുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിൽ ചേരുക. അപ്പോൾ ഓരോരുത്തർക്കും വിളിക്കുന്നതാണ്, വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ പേയ്മെൻ്റ് ഉണ്ട്, പൈസയുണ്ട്. 500 രൂപയാണ് ഫീസ് വരുന്നത്. ക്യാഷ് ഇല്ല അങ്ങനെയൊന്നും ചിന്തിച്ചിരിക്കേണ്ട. നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കി എത്രയോ പൈസ ചിലവാക്കുന്നുണ്ട്. ഒരു 500 രൂപ നമുക്ക് തന്നെ നമ്മുടെ ലൈഫേ മാറി നമ്മുടെ ജീവിതമേ മാറ്റിമറിക്കും ഇൻഷാ അല്ലാ. നമ്മുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. ക്യാഷ് ഉണ്ടല്ലോ അതുകൊണ്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരിക്കലും മാറ്റി വയ്ക്കരുത്. കാരണം നമ്മുടെ ലൈഫേ മാറ്റിമറിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ആയിരിക്കും പടച്ചോൻ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ നല്ല മനുഷ്യനാകാമെന്ന് പറഞ്ഞ ഈ ക്ലാസ്സിൽ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞാലും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ എന്തായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.